ഇന്ന് നമ്മൾ അധികം ആരും ചർച്ച ചെയ്യാത്ത ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. 40കളിലെയോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള പുരുഷന്മാർ അവരിൽ ഉണ്ടാവുന്ന ലോൺലിനെസ്സിനെ പറ്റിയിട്ട്. ഇത് ശരിക്കും ഒരു സൈലൻറ്റ് കില്ലറാണ്. സോ ഈ ഒരു ലോൺലിനെസ്സിനെ പറ്റിയിട്ട് അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. ഇവരെ ആരും അഡ്രസ്സ് ചെയ്യപ്പെടുന്നതേയില്ല. സോ ഇന്ന് നമ്മൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ വെൽക്കം അഗെയിൻ ടു മൈ യൂട്യൂബ് ചാനൽ 40കളിലെ പുരുഷന്മാർ. പ്രത്യേകിച്ച് നമുക്കറിയാവുന്നത് സ്ത്രീകളാണ്. അവരുടെ ആ ഒരു ഇറിറ്റേറ്റിംഗ് സ്വഭാവവും ഒക്കെ 40കൾ കഴിയുമ്പോഴത്തേക്കും ഒരു 35+ ആകുമ്പോൾ മുതലേ അത് സ്റ്റാർട്ട് ചെയ്യും. ഒരു മിഡിൽ ഏജ് ക്രൈസിസിലോട്ട് എത്തുമ്പോൾ തന്നെയും ഇവരെല്ലാവരും ശ്രദ്ധിക്കപ്പെടും. പക്ഷെ പുരുഷന്മാർ പലപ്പോഴും ഇത് സൈലൻ്റ് ആയിരിക്കും. ഒരു വലിയൊരു പൊട്ടിത്തെറിയായിരിക്കും അല്ലെങ്കിൽ ഉണ്ടാവുന്നത്. അത് സൈലൻ്റായിട്ട് പോവും. പക്ഷെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോഴത്തേക്ക് ഇവർ വലിയ പൊട്ടിത്തെറിയിലോട്ട് പോകും. പക്ഷെ ഇതാരും മനസ്സിലാക്കുന്നില്ല. പ്രത്യേകിച്ചും സ്ത്രീകളത് പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ആ ഒരു ലോൺലിനെസ്സിനെ ഒന്നും മനസ്സിലാക്കുന്നില്ല. പുരുഷന്മാരുടെ ശ്രദ്ധയ്ക്ക് ലോൺലിനെസ് എന്ന് പറയുന്നത് അത് വലിയ കാര്യമൊന്നുമില്ല. ഏത് പ്രായത്തിൽ വേണമെങ്കിലും ഇത് സംഭവിക്കാം. ഇതൊരു വലിയൊരു പ്രോബ്ലമായിട്ട് ഇതിനെ എടുക്കേണ്ട. നമ്മൾക്ക് കുറച്ച് കറക്ഷൻസിലൂടെ നമ്മൾക്കിതിനെ മാറ്റാനും സാധിക്കും. പക്ഷെ നമ്മൾ ഇത് അവെയർ ആകുമ്പോൾ തന്നെ ഇതൊരു മദ്യത്തിനോ എന്തെങ്കിലും അഡിക്റ്റഡ് ആവാതെ നമ്മളത് അവെയർ ആയി അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു ശ്രമം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇതിൽ നിന്ന് വളരെ എളുപ്പം തന്നെ പുറത്തു വരാൻ പറ്റും. സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പുരുഷന്മാർ അവരവരുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ആരെങ്കിലും ഈ തരത്തിലൊരു ലോൺലിനെസ്സിൻ്റെ അവർ ഇറിറ്റേറ്റ് ആവുന്നതായിട്ട് കാണുന്നതോ പെട്ടെന്ന് ഒരു ദേഷ്യം വരുന്നതോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റൽ ഫിയർ ഉണ്ടാവുന്നതോ അതൊക്കെ നമ്മൾ സ്ത്രീകളും അതൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് ഇതിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ഇവരെ പുറത്ത് കൊണ്ടുവരാനും സാധിക്കും. സോ ഇതിൽ ഒരു സ്ത്രീകളുടെ ഭാഗത്തുനിന്നും ഒരു എഫേർട്ട് ഉണ്ടാവണം. സോ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്കൊരു ഹെൽപ്പ് സീക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് കറക്ഷൻസിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. സ്ത്രീകളിൽ ഈ ക്രിപ്പിംഗ് നേച്ചർ ഉള്ളതുകൊണ്ട് അവർക്ക് താൽക്കാലികമായിട്ടെങ്കിലും ഒരു പരിഹാരം കിട്ടും. പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കിത് തുറന്നു പറയാനുള്ളൊരു ബുദ്ധിമുട്ടും ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു തോന്നലും അവരുടെ ഒരു ലോൺലിനെസ്സും ഒക്കെയും ഇവരെ കൂടുതൽ ട്രബിളിലോട്ട് കൊണ്ടെത്തിക്കും. ഫോർ എക്സാമ്പിൾ, അവർക്ക് സ്ത്രീകൾക്കുള്ളതുപോലെ അവരുടെ തോട്ട് പ്രോസസ്സ് ആ ടൈമിൽ വേറൊരു തരത്തിലോട്ട് തന്നെയാണ് മാറുന്നത്. ഫോർ എക്സാമ്പിൾ, മക്കൾ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഇത്രയും നാളും കൂടെ ജീവിച്ചിട്ട് ഭാര്യയ്ക്ക് ഞാനൊന്നും പറയാതെ പോലും അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ല. എല്ലാം ഞാൻ വാ തുറന്ന് തന്നെ പറഞ്ഞേണ്ടിയിരിക്കുന്നു. എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചോദിച്ച് തന്നെ വാങ്ങിക്കേണ്ടിയിരിക്കുന്നു. അത് അറിഞ്ഞ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അടുത്തുള്ള അവരുടെ വേർപാടിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു ടെൻഷൻ അങ്ങനെ തുടങ്ങി, അല്ലെങ്കിൽ ഞാൻ വെറും ഒരു ATM മെഷീനായി മാറിപ്പോകുന്നു, അല്ല അങ്ങനെ തുടങ്ങി അവരുടെ ഫിസിക്കലി വരുന്ന മാറ്റങ്ങളിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസും ഇതൊക്കെയും പുരുഷന്മാരെയും ബാധിക്കുന്നുണ്ട്. സോ ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് ഓവർകം ചെയ്ത് വരാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സോ നമ്മൾക്ക് എങ്ങനെയൊക്കെയാണ് ഇതിൽ നിന്ന് ഓവർകം ചെയ്ത് വരേണ്ടതെന്ന് നോക്കാം. നമ്മൾക്ക് ഏറ്റവും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ളൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിങ്ങളുടെ പ്രോബ്ലംസ്, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ലോൺലിനെസ്സും അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഡിസ്കണക്ഷൻ ഫീലും ഇതൊക്കെയും നിങ്ങളുടെ ആ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാം. ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളെയോ ഒക്കെയും ഒന്ന് ഫോണിൽ ഒന്ന് വിളിച്ച് സംസാരിച്ച് ഒരുപാട് ചിരിക്കാനുള്ള അവസരങ്ങൾ ഒക്കെയും ക്രിയേറ്റ് ചെയ്ത് ഒരു ഗെറ്റ് ടുഗെദർ പോലെയൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് ഒക്കെ ഇരിക്കാൻ ശ്രമിക്കാം. ആൻഡ് നമ്മളെപ്പോഴെങ്കിലും ഒക്കെ മാറ്റി വെച്ചിട്ടുള്ള നമ്മളുടെ കുറേ ആഗ്രഹങ്ങളുണ്ടാവും. ചെറുപ്പത്തിൽ ചിലപ്പോൾ മ്യൂസിക്കോ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻറ്റിങ്ങോ ഫോട്ടോഗ്രാഫിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടേതായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച് വെച്ചിരുന്നത് ഇപ്പം കൊണ്ടുപോകുന്ന ഹോബീസ് ആയിരിക്കാം. ചിലപ്പോൾ നമ്മൾ പകുതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് മാറ്റി വെച്ചേക്കുന്ന ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുമല്ലേ, അതേപോലെ മാറ്റി വെച്ചിട്ടുള്ള ചില വിഷയങ്ങളായിരിക്കാം. ഇതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുക. ഇതൊക്കെ നമുക്ക് ഒരുപാട് ഒരു മെൻ്റൽ ഹെൽത്തിന് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കും ഈ ഹോബീസും നമ്മുടെ ഇൻട്രസ്റ്റിലോട്ടൊക്കെ നമ്മൾ മാറുമ്പം. അല്ലാതെ ഇത് നമ്മൾക്ക് വേറൊരു തരം അഡിക്ഷൻസിലോട്ടൊക്കെ, അതായത് മദ്യം പോലെയോ അങ്ങനെ എന്തെങ്കിലും അഡിക്ഷൻസിലോട്ട് മാറുന്നത് വീണ്ടും അതൊരു ട്രബിളിനകത്ത് കൊണ്ടുപോകത്തതേ ഉള്ളൂ. സോ ഇതുപോലെയുള്ള ഹോബീസൊക്കെ വീണ്ടും അത് കൊണ്ടുവരിക, അതൊക്കെ പ്രാക്ടീസസൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ
ഏതെങ്കിലും നിങ്ങൾക്ക് അത്രയും ഒരു ഇത് സഹിക്കാൻ പറ്റാത്തൊരു പ്രോബ്ലത്തിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലറിനെയോ അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ഹീലേഴ്സിനെയോ ഒക്കെ കണക്ട് ചെയ്തിട്ട് അവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇതിനെയൊക്കെ റീപ്രോഗ്രാം ചെയ്ത് നിങ്ങൾക്ക് തരാൻ പറ്റും. സോ ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നൽ വേണ്ട. സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ സൊസൈറ്റിയിൽ ഇതുപോലെയുള്ള ഒരുപാട് ടീം തന്നെയുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല. ഓക്കെ, ഇനി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മെൻ്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പം ജിമ്മിന് പോകുന്നുണ്ടാവാം, ജോഗിങ് ചെയ്യുന്നുണ്ടാവാം, സ്ട്രെച്ചസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമ്മൾ മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ ഈ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും വർക്കാവില്ല. സോ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ആ ഒരു ഇമോഷൻസൊക്കെ നമ്മൾ തങ്ങി നിന്ന് അത് ഒരുപാട് അസുഖങ്ങളിലോട്ട് കൊണ്ടെത്തിക്കത്തതേ ഉള്ളൂ. സോ ഇതുപോലെ ഒരു ലോൺലിനെസ് പോലെയൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന്, ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്, എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ചെയ്യുക. നിങ്ങളുടെയൊക്കെ കൺവീനിയൻ്റ് ആയിട്ടുള്ള അടുത്തുള്ള ഇതുപോലുള്ള ഹീലേഴ്സ് ഗ്രൂപ്പോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ സമീപിക്കുക. സ്വന്തമായിട്ട് തന്നെ ഇതിനകത്ത് മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളവർ അത് ഫോളോ ചെയ്യുക. എന്തായാലും ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ലോൺലിനെസ് എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു കുറ്റമല്ല. ഓക്കെ, ഇതൊരു ഏത് ഏജ് ഗ്രൂപ്പിലും ഇത് സംഭവിക്കാം. സോ അതിനെ മനസ്സിലാക്കി നമ്മൾ അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെഷനിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടുകയാണെങ്കിൽ നമ്മൾക്ക് അതുപോലെയുള്ള വീഡിയോസ് വീണ്ടും ചെയ്യാം. സോ താങ്ക് യു സോ മച്ച് ഓൾ ദ മെൻ ഇൻ ദിസ് യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഒരു മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ട്സും ആത്മസൗഖ്യ ഉള്ള ഒരു ടീം തന്നെയുണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. അതർവൈസ് യു ക്യാൻ സീക്ക് ഗൈഡൻസ് ഫ്രം യുവർ ഫ്രണ്ട്സ് ഓർ സംവൺ. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന അതുപോലെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് മാത്രമായിരിക്കണം ഷെയർ ചെയ്യുന്നത്. ബിക്കോസ് പ്രൈവസി ഈസ് ഓൾവേസ് എ റിസ്ക്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് ഡു കമൻറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.